ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു സൂപ്പറായ ലട്ട് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാൻ അതിന് 1 കിലോ മാവ് എടുത്തിട്ടുണ്ട്, കടലമാവ്. 1 കിലോ മാവിന് 1.5 കിലോ ചീനി എടുത്തിട്ടുണ്ട്. മുന്തിരിപ്പരിപ്പ്, മുന്തിരിപ്പഴം, ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്, നെയ്യ്, അതിന് ബാലൻസിന് മാവ് കലക്കാനായിട്ട് ഇത്തിരി ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കളർ പൗഡർ. ഇത്രയും നമുക്ക് മാവിനാദ്യം ഈ കളർ പൗഡറും ഈ ഉപ്പും ചേർത്ത് മാവിനെ നല്ലവണ്ണം കലക്കിയെടുക്കാം. ഈ മാവ് ഞാൻ ഈ പരുവത്തിന് കലക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ മാവ് കലക്കി ഇങ്ങനെ ഒഴിക്കുമ്പോൾ തുള്ളി വീണ ലെവലിന് കലക്കിയെടുക്കണം. അടുത്ത് ഇതേപോലെ പാത്രം, എല്ലാ വീട്ടിലും ഇതേപോലത്തെ പാത്രം ഇരിക്കും. ഈ പാത്രം എടുക്കണം. ഞാൻ ഇവിടെ എണ്ണ നേരത്തെ അടുപ്പിൽ വെച്ചിരുന്ന എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഈ മാവ് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു വിടാം. ഈ പരുവത്തിന് ഇത് വെന്തെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് മൂത്ത് പോകരുത്. ഇതിൽ നമ്മളിതിനെ കോരിയെടുക്കാം. ഇത് ഈ പരുവത്തിന് ഞാനിവിടെ കോരിയെടുത്തിട്ടുണ്ട്. നീരിയിരിക്കണ ബാക്കിയുള്ള മാവും ഇതേപോലെ നമുക്ക് ഇതിലൊഴിച്ച് കോരിയെടുക്കാം. നമുക്കിനി ഈ പഞ്ചസാര ഒന്ന് പാവ് കാച്ചി എടുക്കാം. അതിന് നമ്മുടെ 1.5 കിലോ ചീനിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 2 ഗ്ലാസ് വെള്ളം. അടുത്ത് പഞ്ചസാര ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഇത് നല്ല തിളച്ച് ഈ പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴ് നമുക്കൊരു ചെറുതായിട്ടൊരു ചെറിയ ഒരു കള്ള പൗഡർ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഞാൻ എല്ലാം ഈ സ്റ്റേജിൽ ഇതിനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വാള് പിടിക്കാൻ കറക്റ്റ് പരുവത്തിന് കിട്ടും. ഇതിപ്പം ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മണൽ പരുവത്തിന് തുരുതുരുന്ന് അരച്ചായി. ഇതേപോലെ നിങ്ങളും മിക്സിയിൽ അരച്ചെടുക്കാം. ഇത് നമുക്ക് പാവ് റെഡി ആയാന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കണ്ടോ, ഇത് ഈ പരുവത്തിന് ഈ പാവിനെ നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഈ പരുവത്തിന് ഈ പാവിനെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്ത് അടുപ്പിനെ ഓഫ് ചെയ്തിട്ട് നമ്മളിത് പൊടിച്ച് വെച്ചിരിക്കുന്നതിനെ ഇതിൽ തട്ടി കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല ലെവലിന് ഇത് ഉണ്ടാക്കിയെടുത്താൽ ഇതിൽ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ട് ഇതേപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ആ നെയ്യ് എല്ലായിടത്തും പുരണ്ട് വരാനായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാം. ചട്ടിയെല്ലാം കൂടെ പോകും. ശരി, നമുക്ക് ഈ കശുവണ്ടി മുന്തിരി പരിപ്പിനെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒരെണ്ണം ഇങ്ങനെ വെച്ച് വാള് പിടിച്ച് നല്ല അടിപൊളി ലട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതേപോലെ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതെല്ലാം ഒന്നിച്ച് ഇതുപോലെ അങ്ങ് പിടിച്ച് വയ്ക്കാം. ഇതിൻ്റെ അകത്തോട്ട് ഒരു മുന്തിരിപ്പഴം ഇട്ട് ഇങ്ങനെ ഒട്ടി വയ്ക്കാം. അതും ബാക്കിയിരിക്കുന്നതിനെയും ഇതേപോലെ നമുക്ക് എല്ലാം പിടിച്ച് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാ ലട്ടും ഇതേപോലെ ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ട നല്ല ടേസ്റ്റ്, നെയ്യിൻ്റെ ഒരു മണവും കാണാൻ നല്ല ഒരു ലുക്കും, നല്ല രസം. ഇന്ന് എൻ്റെ മോൻ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞ്, മക്കൾ ഇന്ന് വരുമ്പോൾ അമ്മ ഒരു നല്ല സ്നാക്സ് ഉണ്ടാക്കി വെച്ചിരിക്കും, അമ്മ ലട്ട് ഉണ്ടാക്കാൻ പോകണമെന്ന്. ആ ജാളി എന്ന് പറഞ്ഞ് എൻ്റെ മോൻ പോയിരിക്കണം. അന്ന് കണ്ടതും അവനൊരു കുശാലം വരും. ഈ ലട്ട് കണ്ടതും അവന് നല്ല ഇഷ്ടമാണ് ലട്ട്. ലട്ട് പിടിക്കാത്തവരാരുമില്ല. എന്നാലും ഞാൻ പറഞ്ഞതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.